വീടും പരിസരവും അരങ്ങാക്കി ഞമനേങ്ങാട് തിയേറ്റർ വില്ലേജ് ഒരുക്കുന്ന മൂന്നാമത് വീട്ടരങ്ങ് നാടകം ശങ്കരേട്ടന്റെ വെളിപാടുകൾ കാണികൾക്ക് മുന്നിൽ വിസ്മയം തീർത്തു. സമകാലിക വിഷയങ്ങൾ ആസ്പദമാക്കി ചേലൂർ ഒളിമ്പിയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് വ്യത്യസ്തമായ വീട്ടരങ്ങ് നാടകാവതരണം ഒരുക്കിയത്. CCTV ന്യൂസ് ആൻഡ് പ്രോഗ്രാം ഡയറക്ടറും നാടകത്തിലെ അഭിനേതാവുമായ KC ജോസിന്റെ മറ്റം ചേലൂരിലെ വീട്ടുമുറ്റമായിരുന്നു നാടകത്തിന്റെ അരങ്ങ്. വീടിന്റെ ഉമ്മറവും മുറ്റവും അരങ്ങാക്കി സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയങ്ങൾ കോർത്തിണക്കി ശുദ്ധഹാസ്യത്തിന്റെ മേമ്പൊടിയിട്ട് ഒരു കൂട്ടം കലാകാരന്മാർ വേദി കീഴടക്കിയപ്പോൾ കാണികളും ആവേശത്തിലായി. വേദിയിൽ വന്നുപോകുന്ന ഓരോ കഥാപാത്രങ്ങളും തങ്ങൾ തന്നെയല്ലേ എന്ന് കണ്ടിരുന്നവർ സ്വയം ചിന്തിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് കാണികളെ പിടിച്ചിരുത്താൻ കഴിഞ്ഞു എന്നത് തന്നെയായിരുന്നു വീട്ടരങ്ങ് നാടകത്തിന്റെ വിജയം. അതിന്റെ മുത്തപ്പനും കൂടി തിരിച്ചടക്കാത്തതിന് എത്ര പ്രാവശ്യം നോട്ടീസ് അയച്ചു, എത്ര പ്രാവശ്യം ഫോണിൽ പിടിച്ചു, വലിയ ഇടയ്ക്ക് എന്തേലും ഉണ്ടായോ? ചാർത്തിക്കോ, ഞാൻ ഒപ്പിടാൻ പോവാ. ഞാൻ ഒപ്പിടാൻ പോവാ. അല്ല, എന്തെങ്കിലും ഒരു അപേക്ഷ വെച്ചാ ചിലപ്പോഴേ ചിലപ്പോ നടക്കും, ചിലപ്പോ നടക്കില്ല, ചിലപ്പോ നടക്കും, ചിലപ്പോ നടക്കില്ല. ലഹരി, സ്ത്രീ ശാക്തീകരണം, കുടുംബബന്ധങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധികൾ തുടങ്ങി സമൂഹത്തിൽ ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്ന നിരവധി സംഭവങ്ങൾ 20ഓളം കലാകാരന്മാരിലൂടെ വിവിധ കഥാപാത്രങ്ങളായി അരങ്ങിലെത്തിയപ്പോൾ ഒരേ സമയം കാണികളെ ചിരിപ്പിക്കാനും കരയിപ്പിക്കാനും ചിന്തിപ്പിക്കാനും കഴിഞ്ഞു എന്നത് തന്നെയായിരുന്നു നാടകത്തിന്റെ സവിശേഷത. അച്ഛനൊക്കുന്ന മകനാണെന്ന് ഒരു ദുഷ്പേര് വരാതിരിക്കാൻ വേണ്ടിയിട്ടാ ഞാനിങ്ങനെ ഓടി തളർന്നു. സിനിമാ താരം മീനരാജ് പള്ളുരുത്തിയും സിനിമാ സീരിയൽ താരം രജനി മുരളിയും പ്രധാന വേഷത്തിലെത്തിയ ശങ്കരേട്ടന്റെ വെളിപാടുകൾ എന്ന നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചത് പ്രദീപ് നാരായണനാണ്. ബിനീഷ് താമരയൂർ, രാജൻ പുഷ്പാഞ്ജലി, സുനിൽ ചന്ദ്രൻ, കരീം വെള്ളാങ്ങല്ലൂർ, KC ജോസ്, ഹരിദാസ് പടക്കൂട്ടെ, സൈല ശ്രീധർ, പ്രേംരാജ്, മുജീബ് ഗുരുവായൂർ, ലെനിൻ അലക്, മേരി ജേക്കബ് കോട്ടപ്പടി, സുജ രാജേഷ്, ശകുന്തള പ്രേമൻ, കല അനിൽ, ദിവ്യ MC എന്നിവർ അരങ്ങിലെത്തി. പശ്ചാത്തല സംഗീത നിയന്ത്രണം അൻസാർ അബ്ബാസ്, കലാസംവിധാനം സുധീർ ഉപ്പുങ്ങൽ, ചമയം സുന്ദരൻ ചെട്ടിപ്പടി, ഓഫീസ് നിർവഹണം ഷാജി, വാർത്താപ്രചരണം ബിനീഷ് കാവിലക്കാട്, രമേഷ് ചേമ്പിൽ എന്നിവരും നിർവഹിച്ചു. നേരത്തെ വീട്ടരങ്ങ് നാടകത്തിന്റെ ഉദ്ഘാടനം എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് നിർവഹിച്ചു. പഠിക്കാനായി മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി രക്ഷിതാക്കളുടെ ശ്രദ്ധയിൽ നിന്നും അകന്നു പോകുമ്പോൾ മറ്റൊരു രീതിയിൽ ജീവിച്ചു പോകുന്ന പുതിയ തലമുറയുടെ ഒക്കെ പ്രശ്നങ്ങളെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് എന്ന് എനിക്കറിയാൻ സാധിച്ച സന്തോഷമുണ്ട്. അത്തരത്തിലുള്ള പൊതുജനങ്ങൾ അറിയാതെ കിടക്കുന്ന പ്രശ്നങ്ങളെ അവരുടെ മനസ്സിൽ കൊണ്ടുവരികയും അവരുടെ ശ്രദ്ധയെ അവിടേക്ക് ആകർഷിക്കുകയും നമ്മുടെ തലമുറയെ കാർന്നു നിൽക്കുന്ന ഇത്തരത്തിലുള്ള വിപത്തുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു വീണ്ടും വിചാരത്തോടു കൂടി നമ്മുടെ പുതിയ പ്രവർത്തന മേഖലയായി നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കുകയും ചെയ്യാൻ ഈ ശങ്കരേട്ടന്റെ വെളിപാടുകൾ എന്ന് പറയുന്ന ഈ നാടകത്തിന് കഴിയും എന്നതിൽ യാതൊരു സംശയവുമില്ല. വാർഡ് മെമ്പർ ഷാലി ചന്ദ്രശേഖരൻ അധ്യക്ഷയായി. ജോസ് ടി തോമസ് ആമുഖ പ്രഭാഷണം നടത്തിയ ചടങ്ങിൽ CCTV മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ മാറ്റപ്പെട്ടൊരു കാലഘട്ടത്തിനെ പുനഃസൃഷ്ടിക്കുന്ന തരത്തിലേക്ക് മാറ്റപ്പെട്ടതായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ രാഷ്ട്രീയവാദികളല്ലാതെ അരാഷ്ട്രീയ ചിന്തകളും ഈ ലഹരികൾക്കൊക്കെ അടിമപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് തന്നെ പോയത്. നമ്മൾ കാണുന്ന മാറ്റപ്പെടണം ഇത്തരം വീട്ടുമുറ്റ നാടകങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ ഒരു പഴയ നമ്മളുടെ
ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വികസിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് നമ്മൾ ഇതിനെ താഴ്ത്തിക്കെട്ടാനല്ല, അതിൻ്റെ ആധുനിക തലത്തിലേക്ക് ഇതിനെ മാറ്റപ്പെട്ടുകൊണ്ട് വീട്ടുമുറ്റത്ത് ആളെ കൂട്ടുന്ന തരത്തിലേക്ക്, മനുഷ്യൻ പരസ്പരം കാണുന്ന തരത്തിലേക്ക് ഒരു ജൈവ ബന്ധം ഉണ്ടാക്കിയെടുക്കുക എന്ന ഇത്തരം ആശയത്തെ പ്രോത്സാഹിപ്പിക്കുന്ന എടക്കളത്തൂർ ദേശാഭിമാനി നാടകവേദി പ്രവർത്തകൻ KC ഷാജു, റെജി, NTV ചെയർമാൻ രാജൻ പുഷ്പാഞ്ജലി, ദിലീപ് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ചടങ്ങിൽ നാടകപ്രവർത്തകരായ മീനരാജ് പള്ളുരുത്തി, രജനി മുരളി, സുനിൽ ചന്ദ്രൻ, രാജൻ പുഷ്പാഞ്ജലി, സംവിധായകനും തിരക്കഥാകൃത്തുമായ പ്രദീപ് നാരായണൻ, നാടകത്തിന് നൽകുന്ന പ്രോത്സാഹനത്തിന് റോസി ജോസ്, ഉണ്ണിയാശാൻ, വസന്ത എന്നിവരെ ആദരിച്ചു. അന്തരിച്ച പാലയൂർ സൗണ്ട് ആൻഡോ, ഏറത്ത് വിജയൻ ഭാര്യ ലീല, പൊന്നരാശ്ശേരി ശേഖരൻ ഭാര്യ യശോദ എന്നിവർക്ക് സ്മരണാഞ്ജലി അർപ്പിച്ച ശേഷമാണ് ചടങ്ങ് ആരംഭിച്ചത്. KC ജോസ് സ്വാഗതവും പ്രസാദ് വാഗ നന്ദിയും പറഞ്ഞു.